മലയാളികൾക്ക് വളരെയധികം സുപരിചിതയും ഒരുപക്ഷെ വളരെയധികം പ്രിയങ്കരിയുമായ താരം തന്നെയാണ് രേണു. അത് മനസ്സിലാക്കി തരുന്ന നാളുകളായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകൾ എന്നുകൂടി നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കും. രേണുവിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അധികമായി പ്രേക്ഷകർ സംസാരിക്കുന്നത് സുധിയെക്കുറിച്ച് തന്നെയാണ് എന്ന് പറയാം. സുധിയെപ്പറ്റി സംസാരിക്കുന്ന പോലെ തന്നെയാണ് എപ്പോഴും രേണുവിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത്. ചെറിയ മകനാണ് രേണുവിനുള്ളത് എന്നതുകൊണ്ട് തന്നെയാണ് രേണുവിന് നല്ല ആരോഗ്യം ലഭിക്കണമെന്ന് പ്രേക്ഷകരെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ തനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്ന് രേണു പറഞ്ഞതിന് ശേഷം എല്ലാവരും ഇപ്പോൾ രേണുവിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. നല്ല ആരോഗ്യം ഉടൻ ഉണ്ടാകട്ടെ എന്നും വേഗം അസുഖമെല്ലാം മാറട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അതങ്ങനെ മാറുന്നൊരു അസുഖമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടും പലരും രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് നമ്മൾ കാണുന്നത്. പ്രേക്ഷകരെല്ലാവരും അത് ഏറ്റെടുക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ആ വാർത്തയെക്കുറിച്ച് കാണുകയും ചെയ്യുന്നത് എന്നുകൂടി നമുക്ക് പറയാം. നിരവധി പേരാണ് ഈ വാർത്തയെ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്ന പോലെ തന്നെയായി മാറുന്നത് എന്നുകൂടി പറഞ്ഞേ മതിയാകൂ. രേണുവിന് ഇപ്പോൾ കീമോ തുടങ്ങി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നു മുതൽ കീമോ തുടങ്ങും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതനുസരിച്ച് തന്നെ ഇപ്പോൾ കീമോ തുടങ്ങിയെന്നും അറിയിച്ചിട്ടുണ്ട്. വേദനയാണ് ഇപ്പോൾ പ്രധാന പ്രശ്നം. രേണുവിന് വേദന സഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്കും ഒരു ചെറിയ ഭയമുണ്ടായിരുന്നത്. ഋതപ്പനെ കൂടെ വരണം എന്ന് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഋതപ്പനെയും കൊണ്ടാണ് ഇന്ന് ആശുപത്രിയിലേക്ക് പോയത്. ഋതപ്പൻ അമ്മയുടെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു, കൈപിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അവന് അമ്മയ്ക്ക് എന്താണ് അസുഖമെന്നൊന്നും അറിയില്ല. പക്ഷെ അമ്മയോടൊപ്പം നിൽക്കണമെന്ന് തോന്നി അവൻ കൂടെ നിൽക്കുകയാണ് ചെയ്തത്. അത് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട്. ആ ഒരു സ്നേഹം ആ കുഞ്ഞിന് തോന്നുന്നത് അത് വളരെയധികം തന്നെ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യുന്നു. സുധിയില്ല എന്നൊരു വിഷമം രേണുവിനുണ്ടാകും. പക്ഷെ മനസ്സിലാക്കേണ്ടത് സുധിയുടെ രൂപത്തിൽ അവരുടെ കൂടെ ഉള്ളത് മകൻ തന്നെയാണ് എന്നത്. അത് സുധിയാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് സുധിയുടെ മകൻ്റെ മുഖം എന്നത്. സുധിയെ വരച്ചു വെച്ചതുപോലെ തന്നെയാണ് മകൻ്റെ മുഖമെന്നും നമുക്ക് നന്നായി അറിയാം. പ്രേക്ഷകർ അത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ ഈ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുന്നതിനോടൊപ്പം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയും ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്ന് നമ്മൾ കൂട്ടിച്ചേർത്തേ മതിയാകൂ. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് രേണുവിന് കീമോ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ആഗ്രഹിച്ചതുപോലെ ആരോഗ്യവതിയായി തിരിച്ചു വരട്ടെ എന്നാണ് രേണുവിനെക്കുറിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. മറ്റൊന്നും അവർക്ക് പ്രാർത്ഥനയിൽ ഇപ്പോൾ പറയാനില്ല. രേണു ആരോഗ്യവതിയായി ഇരുന്നാൽ മാത്രമേ ഋതപ്പനും ഒരു സന്തോഷമുണ്ടാകൂ. അവൻ ചെറുതാണല്ലോ, അവൻ എവിടെയും എത്തിയിട്ടില്ല. അതാണ് എല്ലാവരുടെയും വിഷമം. പെട്ടെന്ന് ഇങ്ങനൊരു അസുഖം എന്ന് പറയുമ്പോൾ അവൻ അച്ഛനുമില്ല അമ്മയുമില്ലാതെയാകുന്നു. കിച്ചു ഉണ്ട്, എന്നാലും കിച്ചു വളരാനും കുറച്ചധികം സമയമെടുക്കും. അമ്മ എന്ന് പറയുന്നതിനൊന്നും പകരമാകില്ലല്ലോ ആരും എന്ന് തന്നെയാണ് സത്യം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.